ഇതെൻ്റെ അപ്കമിങ് പ്രൊജക്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കേക്ക് ടോപ്പേഴ്സാണ്. ഓരോ കേക്ക് ടോപ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് ഡീറ്റെയിലിംഗ് കൊടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാനൊരു കേക്കിനൊരു ഓർഡർ എടുക്കുമ്പോൾ ഒരു 3 to 4 days മിനിമം ഞാൻ ചോദിക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ കേക്ക് ഓർഡർ എടുക്കാറുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളമായി കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുക്കാതെയും യൂട്യൂബിലൊന്നും വീഡിയോ ഇടാതെയായിട്ട്. കാരണം വേറൊന്നുമല്ല, കുറച്ച് മടി, പിന്നെ ഒരു ചെറിയൊരു ജോലിയുടെ ആയിട്ട് തിരക്കായിപ്പോയി. അതിനേക്കാളും കൂടുതൽ 10 വർഷത്തോളമായി നീ ബേക്കിങ്ങിലേക്ക് വന്നിട്ട് കേക്ക് ബേക്കിംഗ് പഠിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആർട്ട് ഫോമാണ്. ഇപ്പോൾ പെയിൻറ്റിങ്, ഡ്രോയിങ് എന്ന് പറയുന്ന പോലെ ഇതൊരു എഡിബിൾ ആർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കേക്ക് ബേക്കിംഗ് ആൻഡ് കേക്ക് ഡെക്കറേഷനാണ്. കാരണം എൻ്റെ ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കാണുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കേക്ക് ഡെക്കറേഷൻ തന്നെയാണ്. കാരണം ഓരോ കുട്ടികൾക്ക് ഓരോ ക്യാരക്ടേഴ്സിനോട് ഇഷ്ടമായിരിക്കും. ചിലവർക്ക് സൂപ്പർ ഹീറോസിനായിരിക്കും, ചിലവർക്ക് കാർട്ടൂണായിരിക്കും, ചിലവർക്ക് ആനിമൽ തീംസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പരമാവധി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു സന്തോഷം, അതിലൂടെ അവർ പാരൻസ് കിട്ടുന്ന സന്തോഷം, അത് നമ്മളെ അറിയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ എ ബേക്കർ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ കേക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. Keep on watching for more updates. Thank you.